വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ പാറൻ ടീച്ചർ വീഡിയോ എത്തിയിരിക്കുകയാണ്. അതും ഒരു കിസ്സായിട്ടാണ് കേട്ടോ. അപ്പോൾ ജൂൺ 19 എന്ന് കേട്ട എല്ലാ മക്കളുടെയും മനസ്സിൽ ഓർമ്മ എന്താണ്? യെസ്, വായനാ ദിനം. ജൂൺ 19 വായനാ ദിനമല്ലേ? ഓക്കെ, ഇനി ആരുടെ ചരമദിനമാണ് ജൂൺ 19 ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ്? യെസ്, PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 ആചരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഏത് വർഷം മുതലാണ് PN പണിക്കരുടെ സ്മരണാർത്ഥം ജൂൺ 19 ദേശീയ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? ഏത് വർഷം മുതലായിരിക്കും മക്കളെ PN പണിക്കരുടെ സ്മരണാർത്ഥം ദേശീയ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? യെസ്, 2017 2017 കേട്ടോ. അടുത്തത് PN പണിക്കരുടെ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, PN പണിക്കരുടെ ചരമദിനം ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്? അപ്പോൾ നമ്മൾ PN പണിക്കരുടെ സ്മരണാർത്ഥം ജൂൺ 19 ദേശീയ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് 2017. പക്ഷേ ഇവിടെ PN പണിക്കരുടെ ചരമദിനം ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്നാണ്? യെസ്, 1996. 1996. അടുത്തത് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് ഏത് വർഷമാണ്? കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായത് ഏത് വർഷമാണ് മക്കളെ? യെസ്, 1945. 1945. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. PN പണിക്കർ ജനിച്ചത് ഏത് വർഷമാണ്? PN പണിക്കർ ജനിച്ചത് ഏത് വർഷമായിരിക്കും? യെസ്, 1909. 1909 നമ്മുടെ PN പണിക്കർ ജനിച്ചത്. അടുത്തത് കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഏത് ജില്ലയിലാണ് മക്കളെ? ഏതാണ്? യെസ്, തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലാണ് നമ്മുടെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ തന്നെ, അതിനൊരു ചേഞ്ചും ഇല്ല, തൃശ്ശൂരാണ്. ഓക്കെ. അടുത്തത് നീല വെളിച്ചം എന്ന നോവൽ എഴുതിയ ആരാണ്? നീല വെളിച്ചം നോവൽ എഴുതിയ ആരാണ്? യെസ്, നമ്മുടെ ബഷീറാണ് കേട്ടോ. അടുത്തത് മലയാളത്തിൻ്റെ ആദ്യ പത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്യസമാചാരം. മലയാളത്തിൻ്റെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. അടുത്തത് കേരള പാണിനി എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാരാണ് മക്കളെ? ആരാണ്? എല്ലാം ടീച്ചറാണ് പറയുന്നത്. ആരാണ് മക്കളെ? പറ. യെസ്, വെരി ഗുഡ്. ആരാണ്? AR രാജരാജവർമ്മ. ആരാണ്? AR രാജരാജവർമ്മ. ഓക്കെ. രാജരാജവർമ്മ ആരാണ്? യെസ്, കേരള പാണിനി എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാണ് രാജരാജവർമ്മ. ആൻസർ ഞാൻ പറയുന്ന ആൻസർ എന്നല്ല, ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചിട്ട് ആൻസറായിട്ട് ചോദിക്കാനും പറ്റും. അതായത് കേരള പാണിനി എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ AR രാജരാജവർമ്മ ആൻസർ. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വേറെ രീതി ചോദിക്കാം. AR രാജരാജവർമ്മ മലയാള ആരായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിക്കും. അപ്പം കേരള പാണിനി. ഓക്കെ, സെറ്റല്ലേ? യെസ്. കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി ഏത് വർഷമാണ് സ്ഥാപിതമാക്കിയത്? കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി ഏത് വർഷമാണ് സ്ഥാപിതമായത്? പറ. യെസ്, വെരി ഗുഡ്. 1829. 1900 അല്ല, 2000 അല്ല, 1700 അല്ല, 1829. ഓക്കെ, 1829. ഓക്കെ. അടുത്തത് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ് മക്കളെ? മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? വരട്ടെ. ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ. ഓക്കെ അല്ലേ? സെറ്റ്. അടുത്തത് ഈ നോവൽ എഴുതിയത് ആരാണെന്ന് അറിയാമോ? പറ. അപ്പം നമ്മുടെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ് എഴുതിയിരുന്നത്. ഇന്ദുലേഖ എന്നാണ് പേര്. അപ്പോൾ അത് എഴുതിയതാണെന്നാണ് ചോദിക്കുന്നത്. എഴുതിയ ആരായിരിക്കും? യെസ്, O ചന്തുമേനോൻ. ചന്തുമേനോനാണ് ഇന്ദുലേഖ എന്നൊരു നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഞാൻ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റല്ലേ? മറക്കൂലല്ലോ? ഓക്കെ അല്ലേ? ഡൺ. അപ്പോൾ
എല്ലാ മക്കളും ഞാൻ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസൊക്കെ ഇത്തിരി തിരിച്ച് മറിച്ചൊക്കെ ചോദിച്ചിട്ട് അത് ഇത്തിരി കൺഫ്യൂസ് ആവുന്ന ക്വസ്റ്റ്യനാണ്. എന്നാലും നമ്മുടെ മക്കൾ പഠിച്ചെടുക്കുമല്ലോ കൂട്ടുകാരെ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിനാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാൻ ഗുഡ് ബൈ. മാത്രമല്ല നമ്മുടെ സ്കൂളിലും ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും തറവായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കണം. അപ്പോൾ എല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫസ്റ്റ് വാങ്ങണം. ഈ വീഡിയോ കണ്ട എല്ലാ മക്കളും ഫസ്റ്റ് വാങ്ങണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാൻ ഗുഡ് ബൈ. ബൈ.